എന്തായാലും ഇവനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ കഴിയില്ല. തീർച്ചയാണോ? തീർച്ച. എങ്കിൽ നിന്റെ ഇഷ്ടം. നീ പോവാണോ? അതെ, നിങ്ങൾ അച്ഛനും മോനും കൂടി ഈ വീട്ടിൽ സ്വയമായിട്ട് കഴിഞ്ഞോളൂ. സുജാത കുഞ്ഞെ, സുജാത കുഞ്ഞെ, സാറേ കുഞ്ഞിനെ വിളിക്കും സാറേ. സുജാത കുഞ്ഞെ, സുജാത കുഞ്ഞെ, സുജാത കുഞ്ഞെ. ഈ തറവാടിന്റെ സുഹൃതം കൊണ്ടാണ് മറ്റൊരു കുഴപ്പവും കൂടാതെ നമ്മുടെ മോൾ അവിടുന്ന് രക്ഷപ്പെട്ടത്. എന്റെ മോൾ അവിടെ കിടന്ന് ഒത്തിരി വേദന തിന്നു കാണും. അവളായിട്ട് നിർബന്ധിച്ച് നടത്തിയ കല്യാണമല്ലേ? നല്ല കാര്യമാണെന്ന് കരുതിയല്ലേ ഞാനും കൂട്ടുനിന്നത്. എന്റെ വാക്കിന് അന്ന് ഇവിടെ വല്ല വിലയുണ്ടായിരുന്നു. വിധിച്ചതൊക്കെ നടക്കണ്ടേ ചേട്ടാ? വിധി എന്റെ മകളെ കണ്ണീര് കുടിപ്പിച്ചതിന് അവനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വെറുതെ വിടില്ല. അല്ലെങ്കിലേ നാട്ടുകാരെന്നെ ദാ ഇങ്ങനെ വിളിക്കും. മോനുട്ടാ, നമുക്ക് തുണി വരയ്ക്കാൻ കേട്ടാ. ഒറ്റക്കായപ്പോ പാറുമ്മക്ക് ഇവനെ കൂടെ നോക്കാൻ ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, അങ്ങനെ പറയില്ലേ സാറേ. ഞാനും രണ്ടെണ്ണത്തിനെ പെറ്റി വളർത്തിയതാ. അത് സ്വന്തം കുഞ്ഞുങ്ങളല്ലേ? വഴിന്ന് കിട്ടിയതായതുകൊണ്ട് ആദ്യവാദ്യം എനിക്ക് ഇവനോട് ഇഷ്ടമില്ലായിരുന്നു. ഇവന്റെ കളിയും ചിരിയും കണ്ടപ്പോ ഞാൻ മയങ്ങിപ്പോയി സാറേ. ഈ ചിരിയും കളി ഇഷ്ടമില്ലാത്തവരുണ്ട് പാറുമ്മേ? ദേ കണ്ടോ, എന്തു പറഞ്ഞാലും സാർ അതേ കൊണ്ടേ നിർത്തുള്ളൂ. എല്ലാരും കൂടി അതും ഇതും പറഞ്ഞാ സുജാത കുഞ്ഞിനെ കുഴപ്പിച്ചത്. സാറ് ചെന്ന് വിളിച്ചാ അതിങ്ങി പോരും. ഞാനവളെ പറഞ്ഞു വെച്ചതല്ലോ പാറുമ്മേ. എന്നെ മനസ്സിലാക്കുമ്പോൾ അവൾ തിരിച്ചു വരും. എല്ലാം ദൈവവിധി. ഇത്ര പെട്ടെന്ന് വിവാഹമോചനത്തിന് നോട്ടീസ് അയക്കണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ബിൽക്കുൾ ടീക്ക് ഹേ. ചാടിക്കടാന്ന് കോളെടുക്കുന്നതിൽ ചാടി കയറിയാൽ ചിലപ്പോൾ അടുത്തെത്തിപ്പോവും. എടാ ദാസപ്പ, എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയാമോ? അത് പിന്നെ കണ്ടാൽ അറിയില്ലേ? 10-15 വയസ്സെങ്കിലും കാണും. 52 കഴിഞ്ഞതേ ഉള്ളൂ. സിവിൽ കേസുമായിട്ട് 35 കൊല്ലത്തെ പാരമ്പര്യമുള്ളവരാണ് ഞാൻ. അപ്പോൾ മധുരപ്പതിനിലെ ചേട്ടൻ കരുത് കോടതി തിന്നലോട്ടാ. ചുമ്മാതാണോ ഇതുവരെ കല്യാണം കഴിക്കാൻ ടൈം കിട്ടാതിരുന്നത്? എടാ, നിയമം വകുപ്പും ഒക്കെ എനിക്ക് കാണാപ്പാടമാ. ഈ കേസ് ഞാൻ വിചാരിക്കുന്നിടത്ത് കൊണ്ട് കെട്ടി വിവാഹബന്ധം വേർപ്പെടുത്തും. മോളിവിടെ ഇരിഞ്ഞു. മോളെ, നീ എത്ര കാലം ഇവിടെ ഇങ്ങനെ ജീവിക്കും? നിന്റെ കണ്ണീര് കണ്ട് ദുഃഖിക്കുന്ന 2 ആത്മാക്കൾ ഇവിടെയുണ്ട്. എന്നായാലും ഇതിനൊരു പരിഹാരം വേണ്ടേ? അമ്മാവനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ മോള് ഇവിടെ ഒന്ന് ഒപ്പിടും. എന്തിനാ ആ ബന്ധം? നമുക്കിനി വേണ്ട മോളെ. അമ്മേ, മോളെ, നീ പിണങ്ങിപ്പോന്നത് ഒരു തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും 3 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ? ഇത്രയും ദിവസമായിട്ട് അയാളൊന്ന് തിരിഞ്ഞു നോക്കിയോ? പോട്ടെ, 15 പൈസയുടെ ഒരു കാർഡെങ്കിലും എഴുതിയിടാമായിരുന്നല്ലോ. അതിന് നിന്നേക്കാളും വലുത് ആ കുഞ്ഞാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. ഇനിയും നമുക്കിത് തുടരണം മോളെ. നീ അമ്മാവൻ പറഞ്ഞതനുസരിക്കും. അച്ഛനില്ലാത്ത ദുഃഖം നിന്നെ അറിയിക്കാതെ വളർത്തിയത് ഈ അമ്മാവനാണ്. ഒപ്പിട്ട് കൊടുക്കും മോളെ. അമ്മയാണ് പറയുന്നത്. ഒപ്പിട്ട് കൊടുക്കും.
രജിസ്റ്റർ കത്തുണ്ട്. സാറേ, സുജാത കുഞ്ഞിന്റെ എഴുത്താന്നോ? അതെ. എത്ര നാളായി കുഞ്ഞിനെ കണ്ടിട്ട്? സുഖമായിരിക്കുന്നോ? ഉം. പിണക്കമെല്ലാം തീർന്നോ സാറേ? എന്ന് വരും? സാറെന്താ ഒന്നും മിണ്ടാത്തത്? പാർവമ്മേ, വിവാഹബന്ധം ഒഴിയാൻ അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കാൻ. എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും വിദ്യാസമ്പന്നരായതുകൊണ്ടാണ് ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ചേംബറിലേക്ക് വിളിപ്പിച്ചത്. ഒരു നല്ല കുടുംബജീവിതം നയിച്ചിരുന്ന നിങ്ങൾ ഒരു അനാഥ ശിശുവിന്റെ പ്രശ്നത്തിൽ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് നിർഭാഗ്യകരമാണ്. മിസ്റ്റർ പ്രകാശൻ, കുഞ്ഞിനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് സുജാതയുടെ പരാതി പരിഹരിച്ചുകൂടെ? ക്ഷമിക്കണം സർ, എന്റെ ആത്മാർത്ഥത സുജാതയ്ക്ക് മനസ്സിലാകാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. മാഡം, ആ കുഞ്ഞുകൂടി വീട്ടിലുണ്ടായിരിക്കണമെന്നുള്ളത് മിസ്റ്റർ പ്രകാശിന് നിർബന്ധമാണ്. ഒരു അനാഥ ശിശുവല്ലേ, അതുകൂടി വീട്ടിൽ കഴിയാൻ സമ്മതിച്ചുകൂടെ? അമ്മയും അമ്മാവനും സമ്മതിക്കില്ല. അമ്മയുടെയും അമ്മാവന്റെയും അല്ല, എനിക്ക് നിങ്ങളുടെ മറുപടിയാണ് കേൾക്കേണ്ടത്. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊന്നും എനിക്കിതിനെപ്പറ്റി പറയാനില്ല. നിർഭാഗ്യവശാൽ പ്രസ്തുത ശിശുവിനെ വീട്ടിൽ വളർത്തുന്ന പ്രശ്നത്തിൽ യോജിപ്പിലെത്താൻ ഭർത്താവായ പ്രകാശനും ഭാര്യയായ സുജാതയ്ക്കും കഴിയാതെ വന്നിരിക്കുകയാണ്. ആയതിനാൽ സമുദായ വിധി പ്രകാരം ഉഭയസമ്മതത്തോടെ നടത്തപ്പെട്ട പ്രകാശിന്റെയും സുജാതയുടെയും വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താൻ കോടതി ഉത്തരവായിരിക്കുന്നു. കടപ്പുറത്തെ പറമ്പില് കുറച്ച് തൈയൂടെ വെക്കണം. 10 മാസത്തിന് വെച്ചാ മതി സാറേ, ഒന്നും കിട്ടിയില്ലടാ. സാർ, ഞാൻ എന്റെ കൊക്കിന് എഴുമെടുത്ത് ഫയർ ചെയ്തു, പക്ഷെ അത് പറഞ്ഞു. നിന്റെ തലയിൽ എന്താണ്? ഇതാ കൊക്കിന്റെ കാഷ്ടമാണ് സാർ. ഞാൻ അങ്ങോട്ട് എയിം ചെയ്ത ദേഷ്യത്തിന് അത് ഇങ്ങോട്ട് ഫയർ ചെയ്തായിരിക്കും. പോയി കഴുകടാ. സാർ, ദേ അമ്മാവൻ. കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ, എവിടെയായിരുന്നു? ഞാൻ എവിടെ പോകാനാ, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വരണ ചേട്ടാ. എന്താ ചേട്ടാ ഒരു മനപ്രയാസം പോലെ? മനപ്രയാസമേ ഉള്ളൂ മാധവൻ നായരെ. ഇവിടെ വരുമ്പോഴാ ഇത്തിരി സമാധാനം കിട്ടുന്നത്. എന്ത് പറ്റി? പയർ കുത്തിയാ മതിയോ, പടർപ്പ് കൂടെ വേണ്ടേ? മനസ്സിലായില്ല. മാധവൻ നായരെ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സുജാത ബന്ധം പിരിഞ്ഞു പോന്നിട്ട് വർഷം 3 അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഇതുവരെ തരപ്പെട്ടില്ല. ഓ, അതൊരു പ്രശ്നമാണോ ചേട്ടാ? പ്രശ്നമാണ് മാധവൻ നായരെ. എത്രയായാലും 2ാം കെട്ടല്ലേ. അതിനെന്താ, സൗന്ദര്യത്തിനും സ്വഭാവത്തിനും അവൾക്ക് എന്താ ഒരു കുറവ്? നല്ല കുടുംബമല്ലേ? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ മനസ്സിനാണെങ്കിൽ ഒരാളെ കിട്ടണ്ടേ. ഒരു നല്ല പയ്യനെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചേട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ മാധവൻ നായർ തള്ളിക്കളയും. എന്താ? തുറന്നു പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു അന്യനാണോ ചേട്ടാ? എങ്കിൽ പറയാം. എന്റെ അനന്തരവൾക്ക് മാധവൻ നായർ ഒരു പുതിയ ജീവിതം കൊടുക്കണം. മാധവൻ നായർ അവളെ വിവാഹം ചെയ്യണം. ഞാനോ? അതെ, എന്റെ കുടുംബത്തെ ഈ ചുറ്റുപാടിൽ നിന്ന് രക്ഷിക്കാൻ മാധവൻ നായർക്ക് മാത്രമേ കഴിയൂ. അത് വേണോ ചേട്ടാ? വേണം.
എന്നെ അവൾക്ക് ഇഷ്ടമാവോ? തീർച്ചയായും. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക. ചേട്ടാ, എന്റെ അപേക്ഷ തള്ളിക്കളയരുത്. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എല്ലാം അതുപോലെ ആവുമോ മോളെ? എല്ലാം എന്താണെന്ന് ഉറപ്പ്? മാധവൻകുട്ടിയെ പണ്ട് മുതലേ നമുക്കറിയാം. ഒന്ന് കല്യാണം കഴിക്കാൻ ആശിച്ചിരുന്നവനുമാ. ആ നിലയ്ക്ക് ഒരിക്കലും ഒരു കാരണത്തിനും അവൻ നിന്നെ ദുഃഖിപ്പിക്കില്ല. വേണ്ടമ്മേ, എനിക്ക് ജീവിതത്തിൽ ഇനി ഒരു വിവാഹമേ വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ കഴിഞ്ഞോളാം. ഇവിടെ എന്നെ അമ്മാവനെയും കണ്ടുകൊണ്ടാണോ നീ പറയുന്നത്? ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിനക്കാരുണ്ട്? ഒരാൺതുളയില്ലാതെ ഈ വീട്ടിൽ നീ എങ്ങനെ ജീവിക്കും? അത് നീ കൂടുതലൊന്നും പറയണ്ട. മാധവൻകുട്ടി വിവാഹം ചെയ്തു നീ സമാധാനമായിട്ട് ജീവിക്കും. അത് ഈ അമ്മയ്ക്ക് കാണണം. കണ്ടിട്ട് വേണം കണ്ണടയ്ക്കാൻ. അമ്മേ, കഴിഞ്ഞതെല്ലാം എത്ര പെട്ടെന്ന് ഞാൻ എങ്ങനെ മറക്കും? മറക്കണം മോളെ. പഴയത് പലതും മറന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അമ്മേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെ കണ്ണീരും കൈമായി കഴിയുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് വയ്യ മോളെ, വയ്യ. സരസ്വതി, സരസ്വതി, മീനമേഴിന് നല്ലൊരു മുഹൂർത്തമുണ്ട്. രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് മതിയെന്നാണ് മാധവൻകുട്ടിയുടെ അഭിപ്രായം. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ എനിക്കും അതാ നല്ലതെന്ന് തോന്നി. ആ മോളെ, നിന്റെ മാലയോ വളയോ വല്ലതും മാറ്റി പണിയിപ്പിക്കേണ്ടതുണ്ടോ? ഓ, ഈ വിവാഹത്തെ കുറിച്ച് നിന്നോട് നേരിട്ട് അഭിപ്രായം ചോദിച്ചില്ലെന്നായിരിക്കും. നീ ഇതിന് എതിര് പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. അമ്മാ, ഒരിക്കലും ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല. ഇനിയും അതിനാണ് ഭാവമെങ്കിൽ ഈ അമ്മാവന് ഇനിയും കാണില്ല. ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ചേട്ടനാണോ ഇങ്ങനെ പറയുന്നത്? എന്റെ അനന്തരവൾ ഇനിയും എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ആരാ? എനിക്കെന്ത് കാര്യം? ഞാൻ അന്യനല്ലേ? ഞാൻ അനുസരിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ അമ്മാവ. എങ്കിൽ നീയും മാധവൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നിനക്ക് സമ്മതമാണോ? പറയൂ. സമ്മതമാണെന്ന് പറഞ്ഞോളെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. രണ്ടാം വിവാഹമാണല്ലേ? അതെ. ആരൊക്കെയാ സാക്ഷികൾ? ഞങ്ങൾ രണ്ടാകുമാ. നിങ്ങൾക്ക് കരിന്തരമുണ്ടോ? അയ്യോ, ഇതേ കൊടുത്ത വലിയ മുതലാളിയാണ്. ഓഹോ, എങ്കിൽ ആദ്യം വധുവും വരണം ഇവിടെ ഒപ്പിട്. ഒപ്പിട് മോളെ.
സുജാതെ, ഒരിക്കൽ നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് നടക്കാതെ വന്നപ്പോ സത്യത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നി. ഇന്ന് നിന്നോട് സ്നേഹത്തെക്കാൾ കൂടുതൽ സഹതാപമാണ് എനിക്കുള്ളത്. കഴിഞ്ഞതെല്ലാം മറക്കൂ. നിനക്കൊരു പുതിയ ജീവിതം തരാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ സമാധാനമായി ഉറങ്ങിയിട്ട് വളരെ ദിവസങ്ങളായി എന്ന് എനിക്കറിയാം. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എങ്കിലും നിന്നെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്.